കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലേക്ക് UPI ബന്ധപ്പെട്ട് സർവീസ് ചാർജ് വരുന്നു എന്ന രീതിയിൽ നിങ്ങൾ പല കണ്ടൻസും കണ്ടിട്ടുണ്ടാകും. നമ്മളിപ്പോൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്നത് ഷോർട്ട് കണ്ടൻസ് ആണ്. നമുക്ക് ഒന്നിനെ പറ്റിയും കൂടുതലായിട്ട് അറിയാനായിട്ട് താല്പര്യമില്ല. നമ്മളിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു അല്ലെങ്കിൽ ഒരു വാർത്തയുടെ ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ട്രസ്റ്റ് ചെയ്യും. പല വാർത്താ മാധ്യമങ്ങളിലും ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഇനി മുതൽ 2000 രൂപയ്ക്ക് മുകളിൽ GPay ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് എന്ന രീതിയിലൊക്കെയാണ്. ഒരു സാധാരണ വ്യക്തി ഇത് കാണുമ്പോൾ അത് ട്രസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ കൂടുതലായിട്ടും ഷോർട്ട് കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്നതിനാൽ ഒന്നിനെപ്പറ്റിയും കൂടുതലായിട്ട് അറിയാനായിട്ട് താല്പര്യപ്പെടാറില്ല. നമ്മൾ ആ ഒരു പോസ്റ്റർ കണ്ടു അല്ലെങ്കിൽ വാർത്തയുടെ തലക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. നമ്മൾ പോയിട്ട് ആ ഒരു ഇൻഫർമേഷൻ വേറെ പലരോടും പറയും, അവർ പോയിട്ട് മറ്റു പലരോടും പറയും. അങ്ങനെ ആ ഒരു ഹാഫ് കൂടെയുള്ള ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കൈമാറി പോകും. ആക്ച്വലി ഈ വന്ന വാർത്തകളിലേക്ക് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? 2000 രൂപയ്ക്ക് മുകളിൽ GPay ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് വരുമോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. UPI പേയ്മെന്റ് സിസ്റ്റം വന്നത് മുതൽ നിലവിൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് UPI ഇങ്ങനെ വൈഡായിട്ട് ഓരോ മാസം കഴിയും തോറും വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കുതിച്ചു വരുന്നത്. വൈഡായിട്ട് ആളുകൾ ഈ ഒരു പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് യൂസറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും മർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിലവിലെ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ലോ അനുസരിച്ച് UPI പേയ്മെൻറ്റ് അതുപോലെ തന്നെ റുപേ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് എന്നിവയ്ക്ക് MDR ഇല്ല. MDR എന്ന് പറയുന്നത് മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു സർവീസ് ചാർജാണ്. നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മർച്ചൻറ്റ് നൽകേണ്ടി വരുന്നൊരു സർവീസ് ചാർജാണ്. അതായത് ആ ഒരു കച്ചവടക്കാരൻ നൽകേണ്ടി വരുന്നൊരു സർവീസ് ചാർജാണ്. സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്വൈപ്പ് ചെയ്തുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ റുപേ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് അല്ലാതെയുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ്, ഇനിയിപ്പോൾ റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് QR കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെൻറ്റ് എന്നിവയ്ക്കൊക്കെ MDR ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ MDR ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്ന ഒരു മർച്ചൻറ്റിന് ആ ഒരു കച്ചവടക്കാരന് കിട്ടുന്നില്ല. MDR എത്രയാണോ അത് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. ഉദാഹരണമായിട്ട് നിങ്ങൾ 1000 രൂപയുടെ ഒരു പേയ്മെൻറ്റ് ഒരു മർച്ചൻറ്റിന് ചെയ്യുന്നു. MDR എന്ന് പറയുന്നത് 1% കരുതുക. സോ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേ ചെയ്യുന്നത് 1000 രൂപയായിരിക്കാം. പക്ഷേ ആ ഒരു മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് 1% കട്ട് ചെയ്ത് ബാക്കി 990 രൂപയായിരിക്കും. ആ 10 രൂപ ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സർവീസ് ചാർജ് ആയിട്ട് മർച്ചൻറ്റിന് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് MDR എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള UPI പേയ്മെൻറ്റിന് പ്രത്യേകിച്ച് MDRോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ടാണ് വൈഡായിട്ട് എല്ലാ മർച്ചൻസും ഈ ഒരു UPI പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് UPI പേയ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ MDR ആപ്ലിക്കബിൾ ആണ്. നോർമലി ആസ് പെർ റൂൾ സ്മോൾ മർച്ചൻസ് ആണെങ്കിൽ 2000 രൂപയ്ക്ക് താഴെയുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ MDR ഇല്ല. നമ്മൾ പേ ചെയ്യുന്ന സെയിം എമൗണ്ട് തന്നെ മർച്ചൻറ്റിന് കിട്ടും. ഇനിയിപ്പോൾ സ്മോൾ മർച്ചൻറ്റിന് 2000 രൂപയ്ക്ക് മുകളിലുള്ള MDR ആണെങ്കിൽ ആ ഒരു മർച്ചൻറ്റിന് ബാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള MDR എത്രയാണോ അതനുസരിച്ച് അത് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ബിഗ് മർച്ചൻസ് ആണെങ്കിൽ അവർക്ക് 2000 രൂപയ്ക്ക് താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ കൂടി റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ MDR ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇപ്പോൾ ചില കേസിൽ സ്മോൾ മർച്ചൻ്റ് ആയിട്ട് കൂടി 2000 രൂപയ്ക്ക് താഴെയുള്ള പേയ്മെൻറ്റിന് MDR എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കേസിൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കാം. അവരുടെ ആനുവൽ ടേൺ ഓവർ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അവരിൽ 2000 രൂപയ്ക്ക് താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ MDR എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ MDR എടുക്കുന്നത് കൊണ്ടാണ് പല കടകളിലും നമുക്കിപ്പോൾ നിലവിൽ റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള UPI പേയ്മെൻറ്റിനും അതുപോലെ തന്നെ റുപേ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റിനും MDR ഇല്ല. എന്നാൽ സ്പെസിഫിക് കാറ്റഗറി UPI പേയ്മെൻറ്റിന് MDR കൊണ്ടുവരണമെന്ന രീതിയിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആവശ്യം വന്നിട്ട് കുറേ അധികമായി. ഇപ്പോൾ നിലവിലെ കേന്ദ്ര സർക്കാർ ലോകസഭയിൽ ഈ ഒരു പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ട് ഭേദഗതി ചെയ്യാനുള്ള പുതിയൊരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ബില്ല് പാസ്സാവുക വഴി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ UPI പേയ്മെൻറ്റിന് MDR കൊണ്ടുവരാം. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒഫീഷ്യൽ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഏതായാലും P2P പേയ്മെൻറ്റിന്, അതായത് നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് അയക്കുന്ന UPI പേയ്മെൻറ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും ഉടനൊന്നും വരാനായിട്ട് പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഫേക്ക് ആണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം അയക്കുന്ന P2P UPI പേയ്മെൻറ്റിന് എന്തായാലും ചാർജ് കൊണ്ടുവരാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ മർച്ചൻസ്, അതായത് 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക ടേൺ ഓവറുള്ള മർച്ചൻസിന് 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ MDR കൊണ്ടുവരും എന്ന രീതിയിലുള്ള ഒരു ചർച്ചകളാണ് നടക്കുന്നത്. അതും ആ ഒരു ചാർജ് എന്ന് പറയുന്നത് MDR ആണ്, കസ്റ്റമർ അല്ല ആ ഒരു ചാർജ്
നൽകേണ്ടി വരിക, മർച്ചൻ്റ് ആണ് നൽകേണ്ടി വരിക. അതും ചെറിയ ചെറിയ മർച്ചൻസിന് അത് ബാധിക്കുകയില്ല. 1.5 കോടി രൂപയ്ക്ക് മുകളിലും വാർഷിക ടേൺ ഓവറുള്ള മർച്ചൻസിന് മാത്രം, അതും 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റിന് മാത്രം MDR കൊണ്ടുവരാനുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ UPIക്ക് ഈ പറഞ്ഞ രീതിയിൽ MDR കൊണ്ടുവരാനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അതായത് ആദ്യം പറഞ്ഞ പോലെ UPI സിസ്റ്റം വന്നത് മുതൽ നിലവിൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാങ്ക്സ് ആണെങ്കിലും ഇനിയിപ്പോൾ UPI പേയ്മെൻറ്റ് നമ്മളെ ചെയ്യാൻ അനുവദിക്കുന്ന പ്ലാറ്റ്ഫോംസ്, ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അവർക്ക് UPI പേയ്മെൻറ്റ് കൊണ്ട് ഡയറക്റ്റായിട്ട് പ്രത്യേകിച്ച് വരുമാനം ഒന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള UPI പേയ്മെൻറ്റ് വന്നതോടുകൂടിയാണ് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ആണെങ്കിലും അവർ മറ്റു പല പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തും മറ്റു പല സർവീസുകളും നൽകിയുമാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നും അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. നിലവിൽ UPI എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സർവീസുകളിൽ ഒന്നാണ്. ബില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് UPI വഴി നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മാസവും. ഇത് ഓരോ മാസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ബാക്ക് എൻഡിൽ UPI പേയ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക്സിനാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ എക്സ്പെൻസ് ഉണ്ട്. സെർവറിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ UPI ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിനും ഫ്യൂച്ചറിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ലോങ് ടൈമിലേക്ക് നോക്കുന്ന സമയത്ത് സീറോ MDR UPI പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി നോക്കുന്ന സമയത്ത് റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ UPI പേയ്മെൻറ്റിൻ്റെ MDR എന്ന രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിലവിലെ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ലോ ഭേദഗതി ചെയ്യാനുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ല് പാസ്സാവുക വഴി അതിനകത്ത് ഭേദഗതി വരുത്താനായിട്ട് സാധിക്കും. അതായത് MDR കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തീരുമാനവും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് UPI പേയ്മെൻറ്റിന് MDR കൊണ്ടുവന്നേക്കാം. നാളെ തന്നെ MDR വരുമെന്നല്ല. അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തീരുമാനം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി വന്നാൽ തന്നെ എന്തായാലും P2P പേയ്മെൻറ്റിനെ ഇത് ബാധിക്കുകയില്ല. P2M പേയ്മെൻറ്റ് ആണെങ്കിൽ ചെറിയ മർച്ചൻസ്, സ്മോൾ കാറ്റഗറി മർച്ചൻസ് ആണെങ്കിൽ അവരെയും ബാധിക്കാനായിട്ട് പോകുന്നില്ല. വലിയ ബിഗ് മർച്ചൻസിന് മാത്രമായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ MDR കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി